ബാർക്കോഴ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എക്സൈസ് മന്ത്രിയുടെ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറി. DGPയാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് പരാതി കൈമാറിയത്. അലമീൻ, ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യവും. എന്തൊക്കെയാണ് കൂടുതൽ വിവരം? ബാറുടമയുടെ ശബ്ദ സന്ദേശം സംബന്ധിച്ചുള്ള ആരോപണം അത് അന്വേഷിക്കണം, അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് എക്സൈസ് മന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നത്. എന്ന് മാത്രമല്ല, ഈ ആരോപണത്തിൽ പറയുന്ന കണ്ടന്റുകൾ, അതായത് ഉള്ളടക്കം വ്യാജമാണെന്ന് കൂടി മന്ത്രി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ആ പരാതിയാണ് DGP ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിരിക്കുന്നത്. അന്വേഷണം ഏത് രീതിയിൽ വേണം, അന്വേഷണത്തിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്തായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് തീരുമാനിക്കാം. പ്രധാനമായും ഈ ഗൂഢാലോചന വാദം തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ അന്വേഷിക്കുക. ഇതിൽ മന്ത്രി പറയുന്നത് അത്തരത്തിൽ മദ്യനയത്തിൽ ഇളവുകൾ വരുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ പണം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ പണം വാങ്ങി മദ്യനയത്തിൽ ഇളവ് വരുത്തുന്ന ശൈലി CPM-നോ മുന്നണിക്കോ ഇല്ല എന്ന് പാർട്ടി നേതൃത്വവും വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും അത്തരമൊരു സമീപനം നിലപാട് സ്വീകരിച്ചു പോകുന്ന പാർട്ടിയെ സർക്കാരിന് അപകീർത്തിപ്പെടുത്തുന്നതിന് ബോധപൂർവമായ ശ്രമം ഈ ആരോപണത്തിന് പിന്നിലുണ്ട്, ശബ്ദരേഖയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് സർക്കാരും ഭരണപക്ഷവും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതും അവരുടെ പ്രതികരണവും വാദവും ആ രീതിയിലാണ്. സ്വാഭാവികമായും അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നത് തന്നെയാണ് ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഏറെ പ്രധാനമാണ്. അന്വേഷിക്കാൻ തക്ക വിധത്തിലുള്ള കഴമ്പുണ്ടോ എന്നത് വേറൊരു ചോദ്യം. ഏതായാലും അത് ഏത് രീതിയിൽ അന്വേഷിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് തീരുമാനിക്കാമെന്നതാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും അന്വേഷണത്തിന്റെ സ്വഭാവവും അന്വേഷണത്തിന് മറ്റേതെങ്കിലും സംഘത്തെ രൂപീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ തന്നെ ക്രൈംബ്രാഞ്ച് നിലപാട് കൈക്കൊണ്ടേക്കും. ഓക്കെ, വ്യക്തമാണ്. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.